അപ്പോൾ ഇന്ന് ചെറിയൊരു പരിപാടി ഉണ്ട്. ബോസ് നമ്മളെ കൂട്ടാൻ വേണ്ടി വന്നാണ്. നമ്മളവിടെ ഉള്ളൊരു ഫാമാണ്. ഉൾക്കാഴ്ചകൾ കാണാൻ പറ്റില്ല, കാരണം ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഏതാ വണ്ടി? രാജാവിന് എന്തൊക്കെയോ വയ്യരിക്കട ഉത്തരവ്. ഇതാ വണ്ടിയല്ലേ, ഇതൊന്ന് ഇറങ്ങി നോക്കാൻ മതി. ഈ വണ്ടി മോറിസിന്റെ വണ്ടിയാണ്, പഴയ മോഡല് വണ്ടി. എഞ്ചിനും കാര്യങ്ങളൊന്നും നമ്മൾ അറിയില്ല, അപ്പോൾ ആദ്യമായിട്ട് വന്നിട്ട് കാണാണ്. പ്രത്യേകതരം പഴയ സെറ്റപ്പ്, പഴയ രാജാക്കന്മാരെ വണ്ടിയാന്ന് തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നുമില്ല, ആകെ ഒരു മീറ്ററും സ്റ്റാറിങ്. സ്റ്റാർട്ടിങ് കണ്ടീഷൻ അറിയില്ല. ഇതൊരു വർക്ക്ഷോപ്പിൽ ഇങ്ങനെ കടന്നപ്പോൾ ഞങ്ങൾ കണ്ടപ്പോൾ നിർത്തി സൈഡാക്കി നോക്കിയതാണ്. ഇവിടെ തന്നെയാണ് നമുക്ക് സ്റ്റാർട്ടാക്കാനുള്ള വണ്ടി. ഫോണിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത്? കംപ്രസറോ ഉള്ളല്ലോ കണ്ടിട്ട്. ആകെ ഒരു റേഡിയേറ്റർ, ഒരു സ്റ്റാർട്ടിങ് മോട്ടർ, പിന്നെ എന്താ കംപ്രസർ, പാടത്ത് വെള്ളടിക്കണ കംപ്രസറാണ്. കളിയാക്കിയതല്ലേ ഗൈസ്, വണ്ടി പണ്ടത്തെ ഒരു സെറ്റപ്പ് ഇത്രയാണ് ഉള്ളത്. ജസ്റ്റ് കാണിച്ചു തന്നുള്ളൂ. വണ്ടി കണ്ടിട്ട് എനിക്ക് എന്താ തോന്നുന്നത്? നല്ല പൊമ്മ ആമക്കുട്ടി എന്നാ പറയണേ. എന്തായാലും നല്ല സൈസുള്ള മടുകാടൊക്കെയാണ് ഇതിന് വരുന്നത്. ഒരാൾക്ക് ഇതിനുള്ളിൽ കടന്നുറങ്ങാം. കയറി നോക്കട്ടെ. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ലാൻഡ് ക്രൂയിസറിൻ്റെ ട്രൂപ്പിയാണ്. അധികം നമ്മൾ കണ്ടിട്ടില്ല ഈ വണ്ടി. നമ്മൾ പരിചയത്തിലുള്ള ഒരു വർക്ക്ഷോപ്പിൽ ഇങ്ങനെ പണിക്ക് വന്നപ്പോൾ കുറച്ചാളായിട്ട് നിർത്തിയിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആളോട് ചോദിച്ചപ്പോൾ ആൾ ഓക്കെ എന്ന് പറഞ്ഞു. നല്ല മനുഷ്യനാണ്. അപ്പോൾ ആൾ സ്റ്റാർട്ട് ചെയ്തോ എന്നുള്ള രീതിയിൽ നമ്മളോട് പറഞ്ഞപ്പോൾ നമ്മളങ്ങനെ വന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. ഓക്കെ, എന്തായാലും മൂപ്പരോട് നമ്മൾ നന്ദി അറിയിക്കുകയാണ് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നെ. നമ്മൾ ആ വണ്ടി കണ്ടപ്പോൾ നിർത്തിയാണ്, പക്ഷെ നമുക്ക് സ്റ്റാർട്ടാക്കാനുള്ള മുതൽ ഇന്ന് തൈ കിടക്കുന്ന ആളാണ്. ലാൻഡ് ക്രൂയിസർ ട്രൂപ്പി. ബോസുണ്ട് കൂടെ. എന്നാണ് വണ്ടി കുറച്ച് കാലമായിട്ട് ഇങ്ങനെ നിർത്തിയിട്ടതാണ്, പക്ഷെ ഒരു വർക്ക്ഷോപ്പിലാണ് കിടക്കുന്നത്. ഇതിങ്ങനെ ടോ ചെയ്ത് കൊടുന്ന് വെച്ചാണ്, പക്ഷെ സ്റ്റാർട്ടിങ് കണ്ടീഷനിലാണ്. ഇത് കുറച്ച് മാറാലൊക്കെ കിട്ടിയിട്ടുണ്ട് വണ്ടി. റോഡ് സൈഡിലാണ് വണ്ടി കിടക്കുന്നത്, പക്ഷെ കുറച്ച് പഴക്കം ചെന്ന പോലെ ഉണ്ട് നിർത്തിയിട്ടിട്ട്. അപ്പോൾ ഇതിനൊരു വെറൈറ്റി നമ്പറാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. മറ്റേ നമുക്ക് ഗസ് ചെയ്യാം, HR ഹരിയാന, PB പഞ്ചാബ്, അതുപോലെ ഗസ് ചെയ്യാൻ പറ്റാത്തൊരു നമ്പറാണ്. എനിക്കറിയില്ല, അറിയണവർ കമൻറ്റ് ചെയ്യാം. അത്യാവശ്യം സൈസുള്ളൊരു വണ്ടിയാണ്, നല്ല ഹൈറ്റ് ഉണ്ട്. കാണുന്ന പോലെയല്ല, ടയറിൻ്റെ സൈസൊക്കെ കണ്ടത് മിലിറ്ററിയിലൊക്കെ യൂസ് ചെയ്യണ പോലെ എനിക്ക് തോന്നുന്നത്. നമുക്കിതിൻ്റെ ഉൾഭാഗം ഒന്ന് കാണാം. വണ്ടീൻ്റെ ഉൾവശം അത്യാവശ്യം ബാക്കിൽ സീറ്റും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ കുറച്ച് മുമ്പ് ഒരു നിസാൻ പെട്രോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പെട്രോൾ എന്നാണ് ഞാൻ ഉച്ചരിച്ചിരുന്നത്. പെട്രോൾ എന്നാണ് ഒരാൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഓക്കെ, ബേസിക് സാധനങ്ങൾ തന്നെ ഉള്ളു ഈ വണ്ടിയിലുള്ളത്. നമുക്ക് ആ സൈഡിൽ കൂടെ വരാം. പറഞ്ഞ പോലെ വണ്ടി ലാൻഡ് ക്രൂയിസർ ട്രൂപ്പി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതിൽ ഹീറ്ററുണ്ട്, ഹീറ്ററിൻ്റെ ഒരു സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ ഹീറ്റ് ചെയ്തിട്ട് വേണം ഇത് സ്റ്റാർട്ട് ചെയ്യാൻ. അതുപോലെ തന്നെ എയർ ഫിൽറ്ററിൻ്റെ ഒരു വാർണിംഗ് ലൈറ്റ് ഉണ്ട്. ഇത് ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തിരിക്കും. ഒരു മിലിറ്ററിയിലൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പാണ്. ഇതിൽ 4x4 ആണ്. ഒരു ഹൈ ഗിയർ, ലോ ഗിയർ ഉണ്ട്. പിന്നെ സാധാ ഗിയർ സിസ്റ്റം ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ബാക്കി ഒരു നോർമൽ കണ്ടീഷനിലാണ് വണ്ടി ഉള്ളത്. വണ്ടി റണ്ണിങ് കണ്ടീഷനിലാണ് ഉള്ളത്. ഇപ്പോൾ നമുക്ക് ബോണറ്റും തുറന്നു നോക്കാം. അതിൻ്റെ ബിൽഡ് ക്വാളിറ്റി ടയോട്ട വന്ന് നമ്മൾ ചെയ്ത നിസാൻ പെട്രോള്. അപ്പോൾ നമുക്കിതിൻ്റെ എൻജിനൊന്ന് കാണാം. അത്യാവശ്യം വലിയ സൈസുള്ളൊരു എൻജിനാണ്. ഒന്നിടക്ക് പെയിൻ്റൊക്കെ അടിച്ചിട്ടുണ്ട് തോന്നുന്നുണ്ട് കാണാൻ.
ഇതിന് 2 ബാറ്ററി വരുന്നുണ്ട്. 24 ആണെന്നാണ് തോന്നുന്നത്. വലിയ 2 ബാറ്ററി വരുന്നത്. അപ്പോൾ ഇതിന് നമ്മളെ സാധാ വണ്ടികളെ പോലെ ലിഫ്റ്റ് പമ്പ് ഉണ്ട്. പഴയ എഞ്ചിനാണ്. പിന്നെ ബൂസ്റ്റർ ബ്രേക്ക് വരുന്നുണ്ട്. ഇത് എയർ ഫിൽറ്റർ ആണെന്നാണ് എൻ്റെ ഒരു ഊഹം. പിന്നെ നമുക്ക് റേഡിയേറ്ററിൽ വെള്ളം ഉണ്ടോ നോക്കാം. റേഡിയേറ്ററിൽ വെള്ളമുണ്ട്. നമുക്ക് ഓയിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വണ്ടി ഫ്രണ്ട് ഉണ്ടല്ലേ, ഇപ്പം ഒരു നല്ലൊരു മാസി ലുക്കാണ് നമുക്ക്. ഈ ക്യാമറയിൽ കാണുമ്പോൾ കിട്ടുന്നുണ്ടോയെന്ന് അറിയില്ല, പക്ഷേ അത്യാവശ്യം സൈസുള്ളൊരു വാഹനമാണ്. ഓയില് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഓയിലുണ്ട്. സ്റ്റാർട്ട് ചെയ്യാനുള്ള ഓയിലേറെ കണ്ടിട്ട് ഏറുണ്ടല്ലോ, കൂടുതലുണ്ടല്ലേ. വണ്ടി 4 വീലാണ്. ഹബ് ലോക്കൊക്കെ വരുന്നുണ്ട്. ഇത് ഇൻബിൽട്ട് ആണെന്ന് അറിയില്ല, അതോ എക്സ്ട്രാ സെറ്റ് ചെയ്താണെന്ന് അറിയില്ല. ഒരു എക്സ്റ്റൻഷൻ പോലെ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അധികം ഇന്ത്യൻ റോഡുകളിൽ കാണാത്ത ഒരു വണ്ടിയാണ്. ഞാൻ കണ്ടിട്ടില്ല, ഉണ്ടാവുമായിരിക്കും, പക്ഷേ കേരളത്തിലൊന്നും ഞാൻ അത് കണ്ടിട്ടില്ല. ഈ വണ്ടി നമ്മളെ ഭീഷ്മയിലുണ്ട് മറ്റേത്, ആ ഒരു ടൈപ്പ് കണ്ടിട്ടുണ്ട് എന്നല്ലാണ്ട് ഈ ഒരു മോഡൽ കണ്ടിട്ടില്ല. അല്ലല്ലോ, ഞാൻ കണ്ടിട്ടില്ല. 4.2 ലിറ്റർ 6 സിലിണ്ടർ ഇൻലൈൻ എഞ്ചിനാണ്. 270 Nm ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മാരക വണ്ടിയാണത്. 4x4 ആണത്, കണ്ടില്ലേ. ബാറ്ററി 24 ആണ്. അപ്പോൾ 2 ബാറ്ററി വേണം ഈ വണ്ടിയിൽ. ഓൾറെഡി 2 ബാറ്ററിൻ്റെ കണക്ഷൻ ഉണ്ട് ഇതിൽ. പിന്നെ നമുക്ക് ആദ്യത്തെ ക്രാങ്കിങ് ഒന്ന് ചെയ്ത് നോക്കാം. ബേസിക് കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. കേട്ടോ നിക്കട്ടെ, ഒരു മിനിറ്റ്. ഇത് ഈ 2 വയറൊന്ന് ശരിക്കും ടൈറ്റ് ആയിക്കളാം, അല്ലെങ്കിൽ ഇത് കത്തും. അടിച്ചോക്കാം, ഒന്ന് അടിച്ചോക്കാം. ജസ്റ്റ് ക്രാങ്കി ഉണ്ടാവും. ലിഫ്റ്റ് പമ്പ് ചെയ്ത് നോക്കാം. ഡീസലില്ലേ? ഡീസൽ ഉണ്ടോ ഇതിൽ? കാണിക്കണ്ടോ? വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. അത്യാവശ്യം ഒരു മാസീവ് സൗണ്ടാണ്. കഴിഞ്ഞ അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. അധികം ക്രാങ്ക് ചെയ്യേണ്ട ആവശ്യമൊന്നും വന്നില്ല. ഈ ഡോറ് ലോക്കാണ്. ഉള്ളിൽ പ്രത്യേകിച്ച് അങ്ങനെ പറയാൻ വേണ്ടിയൊന്നുമില്ല, ഫുൾ കാലിയാണ്. പിന്നെ ഡീസൽ ഓൾറെഡി ഉണ്ട് വണ്ടിയിൽ. ഡീസൽ അടിച്ചിട്ട് നിർത്തിയിട്ടാണ്, അതാണ് ഡീസൽ പാർന്നു കൊടുക്കായിരുന്നത്.